നമസ്കാരം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗൽ. ശൗലിനു ശേഷം ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി. ദാവീദിനു ശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവായി. ദാവീദ് ഒരു വീര യോദ്ധാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ദാവീദ് മരിച്ചപ്പോൾ ശക്തമായൊരു രാജ്യം അവൻ്റെ മകനായ ശലോമോന് ലഭിച്ചു. ജ്ഞാനത്തിലും സമ്പത്തിലും ശലോമോൻ പ്രശസ്തനായി. ശലോമോൻ്റെ ഭരണകാലത്ത് രാജ്യത്തെമ്പാടും സമാധാനം കളിയാടി. ദാവീദ് മരിക്കാറായപ്പോൾ തൻ്റെ മകനായ ശലോമോനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മരിക്കാറായി. നീ ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുക. മോശയുടെ നിയമങ്ങൾ അനുസരിക്കുക. എന്നാൽ നിനക്ക് എല്ലാം ശുഭമായി ഭവിക്കും. യഹോവ ഒരു ദിവസം ശലോമോൻ രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവനോട് ചോദിച്ചു: ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിൻ്റെ ആഗ്രഹം? ശലോമോൻ പറഞ്ഞു: അവിടുത്തെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് അവിടുന്ന് വലിയ സ്നേഹം പ്രദർശിപ്പിച്ചുവല്ലോ. അവൻ എപ്പോഴും അങ്ങയെ അനുസരിക്കുകയും നല്ലവനും വിശ്വസ്തനുമായി അങ്ങയുടെ മുമ്പാകെ നടക്കുകയും ചെയ്തു. ഞാൻ വളരെ പ്രായം കുറഞ്ഞവനും ഭരിക്കുവാൻ അറിവില്ലാത്തവനുമാണെങ്കിലും ദൈവമായ യഹോവേ, അവിടുന്ന് എന്നെ പിതാവിൻ്റെ സിംഹാസനത്തിന് അവകാശിയാക്കിയല്ലോ. അതുകൊണ്ട് അവിടുത്തെ ജനത്തെ ഭരിക്കുവാനും നന്മതിന്മകളെ തിരിച്ചറിയുവാനുമുള്ള ജ്ഞാനം എനിക്ക് തരിക. അവിടുത്തെ മഹാജനത്തെ ജ്ഞാനം കൂടാതെ ഞാൻ എങ്ങനെ ഭരിക്കും? ശലോമോൻ രാജാവ് ജ്ഞാനം ചോദിച്ചതുകൊണ്ട് ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ടായി. അതുകൊണ്ട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുനാശമോ ചോദിച്ചില്ല. നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും. ആർക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തത്ര അറിവും ജ്ഞാനവും ഞാൻ നിനക്ക് നൽകും. ഏതൊരു രാജാവിനേക്കാളും ധനവും മാനവും നിൻ്റെ ജീവകാലത്ത് നിനക്കുണ്ടാകും. നിൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ നീ എൻ്റെ കൽപ്പനകൾ കാത്ത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും നൽകും. ശലോമോൻ ഉണർന്നപ്പോൾ ദൈവം സ്വപ്നത്തിൽ തന്നോട് സംസാരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു. ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ജ്ഞാനം നൽകി എന്നുള്ളതിന് തെളിവായി കൊട്ടാരത്തിലൊരു സംഭവമുണ്ടായി. അതിങ്ങനെയാണ്: ഒരു ദിവസം 2 ചീത്ത സ്ത്രീകൾ ശലോമോൻ്റെ കൊട്ടാരത്തിലെത്തി. അവർ ശലോമോൻ രാജാവിൻ്റെ അടുത്ത് വന്നു. അവർ പരാതി പറഞ്ഞു. അവരിലൊരു സ്ത്രീ പറഞ്ഞ പരാതി ഇപ്രകാരമാണ്: മഹാരാജാവേ, ഇവളും ഞാനും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇവൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. എനിക്ക് കുട്ടിയുണ്ടായി 2 ദിവസം